വീഡിയോകളും ഫോട്ടോകളും ഫയലുകളും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളും എല്ലാം നമ്മൾ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഫയലുകളൊന്നും നഷ്ടമാകില്ലെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയത്. എന്നാൽ ഈ സെറ്റിങ്സുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോർത്തപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. അതിന് ഫോൺ ഓപ്പൺ ചെയ്യുക. അതോടെ നമ്മുടെ ഫോണിൽ എല്ലാ ആപ്ലിക്കേഷനും വന്നതായി കാണാൻ സാധിക്കും. അവിടെ വാട്സപ്പിൻ്റെ ഐക്കൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓപ്പൺ ആയി വരുമ്പോൾ അവിടെ നേരെ മുകളിലായി വലത്തുവശത്തായി 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അവിടെ നേരെ താഴോട്ട് വരിക, ചാറ്റ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി കാണാൻ സാധിക്കും. അവിടെ നേരെ താഴോട്ട് വരിക, താഴെയുള്ള ചാറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ അവിടെ ചാറ്റ് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ഈ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട വീഡിയോകളെല്ലാം തിരിച്ചെടുക്കാം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ഇതെല്ലാം നേരത്തെ എൻ്റെ ഫോണിൽ ചെയ്തു വെച്ചതാണ്. ഞാൻ ക്ലിക്ക് ചെയ്തതോടുകൂടി വീണ്ടും ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. ഞാൻ അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതോടെ എൻ്റെ വീഡിയോകളെല്ലാം തിരിച്ചെടുക്കാനുള്ള പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. അതിന് കുറച്ച് MB ഒക്കെ എടുക്കും. ഞാൻ നേരത്തെ ചെയ്തു വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾ ഇന്നാണ് നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ തന്നെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ലോഗിൻ ആയിരിക്കുന്ന മെയിൽ ID ആയിരിക്കണം. ഞാൻ നേരത്തെ തന്നെ മെയിൽ ID ആഡാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി എൻ്റെ എല്ലാ മെയിൽ IDയും അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മെയിൽ ID മറ്റുള്ള ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യുവാൻ സാധിക്കും. ഇനി അഥവാ അവർക്ക് കിട്ടിയാലും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പറ്റിയ കാര്യവും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നേരെ താഴോട്ട് വരിക. ഇൻക്ലൂഡിങ് വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണും, അത് ഓഫായി കിടക്കുന്ന കാണാം. അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോകൾ എല്ലാം നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ബാക്കപ്പ് ആകുന്നതായിരിക്കും. ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ ഓൺ ആക്കിക്കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യുവാനും സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷനായ നേരെ താഴെ കാണുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ്, ഈ പ്രധാനപ്പെട്ട ഓപ്ഷൻ ഓഫിൽ കിടക്കുന്ന കാണാം. ഇവിടെയാണ് നമുക്ക് പ്രധാനമായ കാര്യം ചെയ്യേണ്ടത്. അത് ഓണാക്കി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മെയിൽ IDയും പാസ്വേഡും വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ IDയും പാസ്വേഡും മറ്റൊരാൾക്ക് ലഭിക്കുകയാണെങ്കിലും നിങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും എല്ലാം ബാക്കപ്പ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഓഫ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ടേൺ ഓൺ എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും. അതോടെ അവിടെ 6 ഡിജിറ്റൽ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 6 ഡിജിറ്റലിൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ 1 2 5 6 എന്നാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യ ഭാഗത്തോ നടുവിലോ അവസാനമോ ഒരു ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 1 2 3 5 6 ഒരു ലെറ്ററും കൂടെ ചേർത്ത് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. പാസ്വേഡ് കൺഫേം ചെയ്യാൻ വീണ്ടും പാസ്വേഡ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. വീണ്ടും ഞാൻ പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതോടെ അവിടെ ക്രിയേറ്റ് ക്യാൻസൽ എന്നീ 2 ഓപ്ഷൻ വന്നു. വേണമെങ്കിൽ നമുക്ക് ആ പാസ്വേഡ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുകയാണ്. ഞാൻ അവിടെ ക്രിയേറ്റ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡിനുള്ള എല്ലാ ഓപ്ഷനും അവിടെ ക്രിയേറ്റ് ആകുന്നത് കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നേരത്തെ ഓഫായി കിടന്ന ഓപ്ഷൻ ഇപ്പോൾ ഓണായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ പാസ്വേഡോ മെയിൽ IDയോ അറിയുന്ന ഒരു വ്യക്തിക്ക് പോലും ബാക്കപ്പ് ചാറ്റുകൾ ഒരു കാരണവശാലും അവർക്ക് ആക്സസ് ചെയ്യുവാൻ സാധിക്കുകയില്ല.
ഇനി നിങ്ങൾക്ക് ഈ പാസ്വേഡ് വേണ്ട, ഇത് ഓഫ് ആക്കണമെങ്കിൽ അത് ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ തന്നെയുണ്ട്. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും ചെയ്യാം. അതിനും പറ്റിയൊരു ഓപ്ഷൻ ഇതിൽ തന്നെയുണ്ട്, അതുകൂടെ പരിചയപ്പെടുത്താം. അതിനുവേണ്ടി എൻഡ് ടു എൻഡ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. അവിടെ ചേഞ്ച് പാസ്വേഡ്, അതിന് താഴെയായി ടേൺ ഓഫ് എന്നീ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാൻ ടേൺ ഓഫിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് ആഡ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതോടെ അവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നു. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ വന്നു. അവിടെ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡൺ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതോടെ ഞാൻ നേരത്തെ ഓണാക്കി ഇട്ടുന്നത് ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.